ഉത്രം നക്ഷത്രക്കാർ പൊതുവെ നല്ല റെസ്പോൺസിബിൾ എല്ലാം ഏറ്റെടുക്കണ ഒരു പേഴ്സണാലിറ്റിയാണ്. കുടുംബത്തിലും ജോലിയിലും വലിയ ഉത്തരവാദിത്വമൊക്കെ നല്ല രീതിയിൽ ഏറ്റെടുക്കും. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. എപ്പോഴും നല്ല ഹോണസ്റ്റാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്, എല്ലാം തുറന്നു പറയും. ചതി കള്ളം ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ വളരെ കുറവായിരിക്കും. ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ട്. അത് മാനേജ് ചെയ്യാനും അതോറിറ്റി റോളിൽ വിജയിക്കാനും സാധ്യതയുണ്ട്. സെൽഫ് റെസ്പെക്റ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അപമാനം ഒരിക്കലും നിങ്ങൾ സഹിക്കുകയില്ല. റെസ്പെക്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ നിൽക്കുക പോലുമില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണ ഒരു നേച്ചറാണ്. സ്ലോ ആയാലും സ്റ്റഡി ഗ്രോത്ത് തന്നെയാണ്. ലോങ് ടേം സക്സസ് നല്ല ഉറപ്പാണ്. പുറത്ത് നല്ല സ്ട്രോങ് തന്നെയാണ്. ഉള്ളിൽ ഫാമിലി അറ്റാച്ച്മെൻറ്റ് വളരെ കൂടുതലാണ്. എല്ലാം സേവ് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. ഫ്യൂച്ചർ സെക്യൂരിറ്റിയെക്കുറിച്ച് നല്ല സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കും. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ വർക്ക് ലോഡ് നല്ല കൂടുതൽ തന്നെയായിരിക്കും. റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ തന്നെ കൂടിയുണ്ട്. അപ്രീസിയേഷൻ കുറവാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ കുടുംബകാര്യത്തിന് വേണ്ടിയിട്ട് നല്ലൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. സേവിങ്സിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് വിഷമത്തിലാക്കി. റിലേഷൻഷിപ്പിൽ ടൈം കുറവായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് പാർട്ട്ണറായതിൽ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടും ഉണ്ടാവാം. സഹായം ചോദിക്കണ ആൾക്കാരുടെ അടുത്ത് മാത്രം സഹായിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുക. പാർട്ട്ണറിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തുക. മൈൻഡ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സ് നന്നായിട്ടുണ്ടാവും. എല്ലാം ഞാൻ മാത്രം മാനേജ് ചെയ്യണം എന്നൊരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവാം. ഈ മാർച്ച് മാസത്തിൽ ആദ്യമൊക്കെ എന്തായാലും ഇതേ ഹെവി വർക്ക് തന്നെ ഉണ്ടാവും. അതോറിറ്റീൻ്റെ പ്രഷർ ഉണ്ടാവും. ഒരു ഡെഡ് ലൈൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. സെക്കൻഡ് ഹാഫിൽ നല്ലൊരു റെക്കഗ്നിഷൻ ചാൻസ് ഉണ്ട്. പ്രമോഷൻ, പുതിയ റെസ്പോൺസിബിലിറ്റി, ജോബ് ചേഞ്ച് ശ്രമിക്കുന്നവർക്ക് എന്തായാലും ഒരു സ്ട്രോങ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഒരു മാർച്ച് 20 ശേഷം മാത്രം ഒരു മേജർ ഡിസിഷൻ എടുത്താൽ മതി. ബിസിനസ് ചെയ്യുന്നവർക്ക്, ഗവൺമെൻറ് ഓഫീസ് റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു സക്സസ് ഉണ്ടാവും. പഴയ പെൻഡിങ് വർക്കൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. മാർച്ച് അവസാനം നിങ്ങൾക്ക് ഫൈനാൻഷ്യലി കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ്, ബിസിനസ്സോ ഡീലോ എന്തെങ്കിലുമൊക്കെ കൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാർച്ച് എൻഡിന് ശേഷം മാത്രം മതി. അതായത് അടുത്ത മാസം മതി. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ മാർച്ച് ആദ്യത്തെ 2 ആഴ്ച എന്തായാലും ചിലവ് നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. മാർച്ച് 18 ശേഷം ഫൈനാൻസ് നല്ല സ്റ്റേബിൾ തന്നെയാവും. കടം കൊടുത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ തന്നെ അത് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കുക. അവസാനത്തെ ആഴ്ചയാകുമ്പോൾ കുറച്ച് സേവിങ്സ് ഒക്കെ ഇമ്പ്രൂവ് ആവും. ഈ മാർച്ച് 22 ശേഷം പുതിയ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾ ചെയ്യുക. റിലേഷൻഷിപ്പിൽ എന്തായാലും ഫസ്റ്റ് ഹാഫിൽ എന്തായാലും ടൈം ഇഷ്യൂ കാരണം ഒരു ഡിസ്റ്റൻസ് എന്തായാലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇമോഷണലി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും നന്നായിട്ടുണ്ടാവും. സെക്കൻഡ് ഹാഫിൽ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ഫാമിലി ആയിട്ടുള്ള ബോണ്ടിങ്ങും നല്ല സ്ട്രോങ് തന്നെയായിരിക്കും. കല്യാണം കഴിഞ്ഞവർക്ക് എന്തായാലും സ്റ്റേബിൾ ലൈഫ് തന്നെയാണ്. സിംഗിൾ ആയവർക്ക് ഫാമിലി ഒരു പ്രപ്പോസൽ കൊണ്ടുവരാൻ അതിനെപ്പറ്റി സംസാരമൊക്കെ ഉണ്ടാവും. പക്ഷേ മുന്നോട്ട് പോണതൊക്കെ അത് പിന്നീട് പറയാൻ കഴിയുകയുള്ളൂ. സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ല പോസിബിളാണ്. ഫാമിലി നോക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം എന്തായാലും വരും. മാസം അവസാനം എന്തായാലും ഒരു പുതിയ ഗുഡ് ന്യൂസ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും. ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ബോഡി പെയിൻ എന്തായാലും ഉണ്ടാവും. BP ഉണ്ടാവും. സ്ട്രെസ് ഇഷ്യൂ എന്തായാലും ശ്രദ്ധിക്കണം. നല്ല റെസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ആവശ്യമാണ്. മാർച്ച് മാസത്തിൽ റെക്കഗ്നിഷൻ, സ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും.